ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 37-ാം ദിവസത്തെ കഥയാണ്. സൂതൻ തുടർന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കഥ. രാജാവ് തൻ്റെ പിതാവിന് പരഗതി കിട്ടാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് വ്യാസൻ പറയാണ്, ഞാൻ നിങ്ങൾക്കായി മഹത്തായ ദേവീ ഭാഗവതം പറഞ്ഞു തരാം. അതീവ ഗുഹ്യവും ശുഭപ്രദവുമായ ഈ പുരാണം ഞാൻ എൻ്റെ മകനായ ശുഗന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങയോടും ഞാൻ അത് പറയാം. സർവവേദങ്ങളുടെയും പൊരുളായ ഈ മഹത് പുരാണം നിത്യേന കേട്ടാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ക്ഷിപ്രസാധ്യമാവും. അപ്പോൾ ജനമേജയൻ ചോദിച്ചു, മഹാത്മൻ, ആരാണ് ഈ ആസ്തികൻ? എന്തിനാണ് സർപ്പയജ്ഞം മുടക്കാൻ അദ്ദേഹം നേരിട്ട് വന്നത്? അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്താണ് നേട്ടം? വ്യാസൻ പറഞ്ഞു, ജരൽ കാരു എന്നൊരു മുനി വിവാഹിതനല്ലായിരുന്നു. ഒരിക്കൽ വനത്തിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ പൂർവ്വപിതാക്കൾ ഒരു കുഴിയിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അവർ മുനികുമാരനോട് പറഞ്ഞു, നീയൊരു വിവാഹം കഴിക്കുക. അങ്ങനെ ഒരു മകനുണ്ടായാലേ ഞങ്ങൾക്ക് ഗതി കിട്ടൂ. എനിക്ക് വേണ്ടി അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരുവളെ ആരെങ്കിലും കന്യാദാനം ചെയ്തു തന്നാൽ ഞാൻ സ്വീകരിക്കാം. അതിനായി പരിശ്രമിക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അക്കാലത്താണ് കദ്രു തൻ്റെ മക്കളെ അവരെല്ലാം തീയിൽ വീണ് നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചത്. കദ്രുവും വിനതയും കശ്യപന്റെ പത്നിമാരായിരുന്നു. സഹപത്നിമാരായിരുന്ന അവർ തമ്മിൽ കളിയായും കുറച്ചു കാര്യമായും പന്തയങ്ങളിൽ ഏർപ്പെട്ടു. സൂര്യരഥം പൂട്ടിയ കുതിരയുടെ നിറം എന്താണെന്ന് കദ്രു വിനതയോട് ചോദിച്ചു. വെള്ളയാണ്. ഇനി നീയും പറയൂ, അതിൻ്റെ നിറം എന്താണ്? അത് കഴിഞ്ഞ് നമുക്ക് പന്തയമാവാം. കറുപ്പാണ് എന്ന് ഞാൻ പറയുന്നു. പന്തയത്തിൽ തോൽക്കുന്നവൾ ജയിക്കുന്നവൾക്ക് ദാസ്യവേല ചെയ്യണം. ശരിയെന്ന് രണ്ടാളും സമ്മതിച്ചു. കദ്രു മക്കളോട് പറഞ്ഞു, നിങ്ങൾ പോയി സൂര്യാശ്വത്തിന്റെ രോമങ്ങൾ കറുപ്പിക്കുക. ഞങ്ങൾക്കതിന് വയ്യെന്ന് പറഞ്ഞ കൊച്ചുമക്കളെ കദ്രു ശപിച്ചു. നിങ്ങൾ ജനമേജയന്റെ യാഗയജ്ഞത്തിൽ വീണു പോട്ടെ. എന്നാൽ മറ്റു മക്കൾ അമ്മയ്ക്ക് വേണ്ടി കുതിരയുടെ വാല് മുതൽ നിറം ചാർത്തി അതിനെ കറുപ്പാക്കി. വിനത നോക്കിയപ്പോൾ അശ്വം കറുത്തിരിക്കുന്നു. എന്നാൽ അപ്പോൾ വിനതയുടെ പുത്രനായ ഗരുഡൻ അമ്മയുടെ ദുഃഖം കണ്ടു. അമ്മേ, എന്താണെങ്കിലും പറയൂ, ഞാൻ ആ ദുഃഖത്തിന് പ്രതിവിധി ഉണ്ടാക്കാം. സപത്നിയായ കദ്രുവിൻ്റെ ദാസിയാകാനാണ് എനിക്ക് വിധി. അവളെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കണമത്രേ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ആ ഭാരം ചുമക്കാം എന്നായി ഗരുഡൻ. വിനത കദ്രുവിൻ്റെ അടുത്തെത്തി. മഹാബലനായ ഗരുഡൻ മാതാവിൻ്റെ ദാസ്യപ്പണി ഒഴിവാക്കാൻ കദ്രുവിനെയും മക്കളെയും തൻ്റെ ചുമലിലേറ്റി സിന്ധുവിൻ്റെ മറുകരയിലെത്തി. അവിടെ വെച്ച് കദ്രുവിനോട് ഗരുഡൻ ചോദിച്ചു, നമസ്കാരം അമ്മേ, എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കാൻ എന്താണ് മാർഗം? ദേവലോകത്തിൽ നിന്ന് അമൃത് കൊണ്ടുവന്ന് എനിക്കും മക്കൾക്കും നൽകിയാൽ നിന്റെ അമ്മയുടെ ദാസ്യം ഞാൻ ഒഴിവാക്കാം. ഇത് കേട്ട് ഗരുഡൻ സുരലോകത്ത് പോയി ഫലമായി അമൃതകുംഭം എടുത്തുകൊണ്ടുവന്ന് കദ്രുവിന് കൊടുത്തു. അമ്മയുടെ ദാസ്യം അവസാനിച്ചു. എന്നാൽ സർപ്പങ്ങൾ കുളിക്കാൻ പോയ തക്കത്തിൽ ഇന്ദ്രൻ വന്ന് അമൃത് എടുത്തുകൊണ്ടുപോയി. നാഗങ്ങൾ വിഷണ്ണരായി. അമൃത് വെച്ചിരുന്ന ദർഭയിൽ നാവ് കൊണ്ട് നക്കിയതിനാൽ നാഗങ്ങളുടെ നാവ് പിളർന്നുപോയി. വാസുകി മുതലായ നാഗങ്ങൾ മാതൃശാപം ഭയന്ന് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, ജരൽ കാരു എന്നൊരു മുനിയുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ പെങ്ങളായ ഈ വാസുകിയെ കന്യാദാനം ചെയ്യുക. അവർക്കുണ്ടാകുന്ന പുത്രനാണ് നിങ്ങളെ സർപ്പസത്രത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെയുണ്ടായ മുനികുമാരനാണ് ഈ ആസ്തികൻ. നാഗങ്ങൾ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം മുനിയെ കണ്ട് വാസുകിയെ അദ്ദേഹത്തിന് കന്യാദാനം ചെയ്തു കൊടുത്തു. ജരൽ കാരു പറഞ്ഞു, ഞാൻ ഇവളെ എനിക്ക് തുല്യയായി തന്നെ അറിയുന്നു, ബഹുമാനിക്കുന്നു, ധർമ്മപത്നിയായി സ്വീകരിക്കുന്നു. എന്നാൽ ഒരു നിബന്ധന വയ്ക്കുന്നു. എനിക്ക് അപ്രിയമായി ഇവൾ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ തന്നെ ഞാൻ അവളെ ഉപേക്ഷിക്കും. കാട്ടിലൊരു നല്ല പർണശാല കെട്ടി ദമ്പതികൾ ക്രീഡാലോലുഭരായി അവിടെ കഴിഞ്ഞു. ഒരു ദിവസം ഊണ് കഴിഞ്ഞ് മുനി ഒന്ന് മയങ്ങി. സർപ്പസുന്ദരി മുനിയുടെ അടുത്തിരുന്നു. എന്നെ ഒരു കാരണവശാലും ഉണർത്തരുതെന്ന് അദ്ദേഹം ശട്ടം കെട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായി. വിളിച്ചുണർത്തിയാൽ എന്നെ അദ്ദേഹം ഉപേക്ഷിക്കും. വിളിച്ചില്ലെങ്കിൽ ധർമ്മലോപം വരികയും ചെയ്യും. ധർമ്മനാശത്തിലും നല്ലത് വിരഹം തന്നെ എന്ന് ചിന്തിച്ച് അവൾ മുനിയെ വിളിച്ചുണർത്തി. എൻ്റെ വാക്ക് ധിക്കരിച്ച് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. നിന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് മുനിയും പറഞ്ഞു. പിന്നെ എന്തിനാണ് ജ്യേഷ്ഠൻ എന്നെ അങ്ങേക്ക് നൽകിയത്? വിവാഹിതയായ ഞാൻ എന്നിൽ അത് ഇല്ലാതെ എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകും? അതുണ്ട് എന്ന് സന്തോഷത്തോടെ മുനി പറഞ്ഞ് യാത്രയാക്കി. വാസുകി ജ്യേഷ്ഠന്റെ ഭവനത്തിൽ ചെന്നു. സഹോദരൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അതുണ്ട് എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് മുനി എന്നെ വിട്ടുപോയി. മുനി വാക്യം അസത്യമായി വരികയില്ല
എന്നതിനാൽ സഹോദരൻ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. വാസുകി ഗർഭിണിയായിരുന്നു. വ്യാസൻ പറഞ്ഞു, അവൾ പ്രസവിച്ച കുമാരനാണ് ആസ്തികൻ. ആ മഹാത്മാവ് അമ്മയുടെ കുലരക്ഷയ്ക്കായി സർപ്പയജ്ഞം തടയുകയാണ് ഉണ്ടായത്. രാജാവേ, അങ്ങ് ചെയ്തത് ഉചിതമായി. ആസ്തികനെ ആദരിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങ് സ്വീകരിച്ചുവല്ലോ. അങ്ങ് ഭാരതകഥ മുഴുവനും കേട്ടു, അനേക പുണ്യകർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെയായിട്ടും അങ്ങയുടെ പിതൃക്കൾക്ക് സദ്ഗതി വന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഭക്തിപൂർവം അങ്ങ് ഒരു ദേവീക്ഷേത്രം നിർമ്മിക്കൂ. സർവസിദ്ധി പ്രധാനമാണ് ദേവി പൂജ. കുലാഭിവൃദ്ധി, സുസ്ഥിരമായ രാജ്യം എല്ലാം നൽകുന്ന അഭയവരതയായിട്ടുള്ള ദേവിയുടെ കഥ ഞാൻ പറയാം. കേൾക്കാൻ യോഗ്യമായി ഇതിലും മേലെ മറ്റൊന്നില്ല. ദേവിയുടെ ചരണാംബുജങ്ങളൊഴികെ പൂജാർഹ്യമായ മറ്റൊന്നുമില്ല. ആരുടെ ഹൃദയത്തിലാണോ ദേവി അധിവസിക്കുന്നത് അവരുടെ ഭാഗ്യാതിരേകം എങ്ങനെ വിവരിക്കും? അവരെക്കാൾ ബുദ്ധിയുള്ള ധന്യാത്മാക്കൾ ആരുണ്ട്? ആ ജഗജ്ജനനിയെ പൂജിക്കാതിരിക്കുന്നവർ ദുഃഖത്തിനടിപ്പെടുന്നത് നാം കാണുന്നു. ബ്രഹ്മാദി ദേവതകൾക്ക് സമാരാധ്യായ ദേവിയെ പൂജിക്കാൻ മനുഷ്യർക്ക് താല്പര്യമില്ലാതിരിക്കുമോ? വിഷ്ണുവിനോട് ദേവിയുടെ ഉത്കൃഷ്ടമായ കഥ പറഞ്ഞു കൊടുത്തത് ദേവി തന്നെയാണ്. ഇത് നിത്യവും കേൾക്കാൻ ഭാഗ്യമുണ്ടായാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. ഇത് കേട്ടാൽ നിനക്ക് മനഃശാന്തിയും നിന്റെ പിതൃക്കൾക്ക് സദ്ഗതിയും ഉണ്ടാവും. അവർക്ക് അനശ്വരമായ സ്വർഗം പ്രാപ്യമാവും എന്ന് പറയുകയാണ് വ്യാസമുനി പരീക്ഷത്തിനോട്. നാളെയാണ് ജനമേജയ പ്രശ്നം നമ്മൾ കേൾക്കാൻ പോണത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.